അപ്പോൾ ഇന്ന് സത്യത്തിൽ വ്ളോഗൊന്നും ഇല്ല, വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഡെയിലി അല്ല, ഓരോ ദിവസം ഇടവിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും വീഡിയോ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോൾ ചെറിയ പണിയെന്ന് പറഞ്ഞാൽ നമ്മളതാ ഓൾറെഡി നമ്മളെ മജ്ലിസും നമ്മളെ ചുമരും പുറത്തെ ചുമരും മൊത്തം എല്ലാം പെയിൻ്റ് അടിച്ച് അടിപൊളി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുമ്പോൾ പിന്നെ ഏതായാലും നിലത്തെന്തായാലും ഉണ്ടാവും, നിലത്തെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് ഐഡിയയിൽ നല്ല അടിപൊളിയായിട്ട് കഫീൽ വന്ന് നോക്കി അടിപൊളി കഫീലിന് ഇഷ്ടപ്പെട്ടിന്. പിന്നെ ഈ ഭാഗത്തൊന്നും അടിച്ചിട്ടില്ല, എല്ലാ ഭാഗത്തും അടിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്താ പറയുക, നമ്മൾ ഇതിൽ എക്സ്പേർട്ട് അല്ലായതുകൊണ്ട് പിന്നെ കുറച്ച് ടൈം എടുത്തു. ഇനിയിപ്പോൾ ഈ അടിച്ചതെല്ലാം ഒന്ന് വൃത്തി വരണ്ടെങ്കിൽ ഈ പുറത്തെ ഈ ഗിൽസിൻ്റെ ഇതും കൂടി പെയിൻ്റ് അടിച്ചാൽ അത് വൃത്തി വരും. ഇപ്പോൾ ആ പെയിൻ്റ് അടിച്ചിട്ട് തന്നെ 2-3 ദിവസമായി. ഇനിയിപ്പോൾ ഇതാ കണ്ട, ഇതെല്ലാം ഫുള്ള് മങ്ങിയിട്ടുള്ളത്. അന്നേരം പെയിൻറ്റ് ഓൾറെഡി ഉണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ആ പെയിൻറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയെന്ന് കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ്, അതിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ അപ്പുറം നല്ല സിൽവർ കൊണ്ട് അതിൻ്റെ മുകളിൽ അടിച്ചതെല്ലാം ഗോൾഡിൻ്റെ കളറാണ്. ഇതാ ഈ പട്ടയെല്ലാം, അന്നേരം അതും ഗോൾഡ് അടിക്കണം. എന്തായാലും ഞാൻ ബ്ലാക്ക് അടിക്കട്ടെ കേട്ടോ മൊത്തം. അതൊന്ന് ചെറിയ വീടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ ആദ്യം മെഷീന് വാങ്ങിച്ചിട്ട് മെഷീനെ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പുറം കണ്ട, അത് അപ്പുറം ഒരു ടീം മെഷീനെ കൊണ്ട് അടിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇത് മെഷീൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ കമ്പി ആയതുകൊണ്ട് റോള് വെച്ച് അടിക്കുമ്പോൾ തന്നെ ഏകദേശം പെട്ടെന്ന് ആകുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഇടയ്ക്കെല്ലാം ഗ്യാപ്പിലല്ലോ ഇപ്പോൾ മറ്റേ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാൽ ശരിയാവും. മെഷീൻ്റെ ആവശ്യമില്ല എന്നിരിക്കുന്നത്. മെഷീന് വലിയ പ്രൈസൊന്നുമില്ല, ചെറിയ പൈസയൊക്കെ മെഷീൻ കിട്ടും. മെഷീൻ കൊണ്ടുവന്ന് അത് പാറ്റി ഇനിയിപ്പോൾ മെഷീൻ എടുത്ത് വെച്ച് നമ്മൾ മെഷീനെ കൊണ്ട് അധികം അടിച്ച് പരിചയമില്ലാണ്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പുറം അടിച്ച വെള്ള പെയിൻ്റെല്ലാം പിന്നെ വീണ്ടും ഞാൻ വെള്ളം അടിക്കേണ്ടി വരും, മെഷീൻ കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇടയിലോ പാറിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പിന്നെ മെഷീൻ ഒഴിവാക്കാമെന്ന് വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ കണ്ടോ. ഇപ്പോൾ ആകെ 5 മിനിറ്റ് ആയാലും ഞാൻ പണി തുടങ്ങിയിട്ട് കൈ കൊണ്ട് തന്നെ ഏകദേശം നല്ല മഞ്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഗിൽസിന് ഫുള്ള് പെയിൻ്റ് അടിച്ച കേട്ടോ. ആ കൊക്കിന് മാത്രം അടിക്കാനുണ്ട്, അത് വേറെ കളർ അടിക്കേണ്ടത്. അന്നേരം ആ കൊക്കിനെ നമുക്ക് ഗോൾഡ് കളർ വാങ്ങിച്ചുകൊണ്ട് അടിക്കണം. വീഡിയോയിലും പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. പെയിൻ്റ് അടിക്കാത്തത് നോക്കിയാൽ ഫുള്ള് കരിഞ്ഞ് കിടക്കുന്നു. അന്നേരം അത് പെയിൻ്റ് അടിച്ച് അടിപൊളി മഞ്ചാക്കി പെട്ടെന്ന് ആയിന് കേട്ടോ. റോളായതുകൊണ്ട് പെട്ടെന്ന് ആയിന്. പിന്നെ അപ്പുറം കൂടി അടിക്കട്ടെ, സെറ്റ്. സത്യത്തിൽ ഈ ബ്ലാക്ക് പെയിൻറ്റിൻ്റെ ഒരു കഥയുണ്ട്. ഈ ബ്ലാക്ക് പെയിൻ്റാണ് എന്നെ പെയിൻ്റ് അടിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഒരു കച്ചറ ഡബ്ബിൻ്റെ അടുത്ത് 2 വലിയ ഡബ്ബ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ മജ്ലിസിന് എന്തായാലും പെയിൻ്റ് അടിച്ചാലോ. അങ്ങനെയാണ് ഞാൻ ഈ പെയിൻ്റ് അടി തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ പണ്ടേ വിചാരിച്ചിന് ഇതൊന്ന് മൊഞ്ചായി കൊടുക്കണമെന്ന്. പിന്നെ ഏതായാലും നോമ്പായി, എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാം ഒത്തു കിട്ടി. അപ്പോൾ പെയിൻ്റ് അടി ഏകദേശം ഫുള്ള് ഫിനിഷായിട്ടില്ല, പകുതിക്ക് വെച്ച്. അപ്പോഴേക്ക് നമ്മളെ കുട്ടാട്ടൻ സൂഫി മന്തി വാങ്ങിച്ചിട്ട്. എടാ യമനീൻ്റെതാ ഇത് സൂഫി മന്തി? യമനി ചോറ് ഉണ്ടാക്കുന്നത് സൂഫി മന്തി മലയാളി ഉണ്ടല്ലേ? എന്തെല്ലാം ഉള്ളത് നോക്കട്ടെ. ഉണ്ട് ഇതെന്നാ വെളുത്തത്? ഈ വെളുത്തെന്നാ? ഞാൻ വെച്ച് വെള്ള പെയിൻ്റ് ആണെന്ന്. വെള്ള പെയിൻ്റാക്കി അടിക്കാൻ പറ്റില്ല ഇത്? ഇതെന്നാണ് വലിയ ഡബ്ബിയും 2 കഷ്ണം പച്ചക്കറിയും. മറ്റേതെന്നാണ് ചോന്നത്? മറ്റേ തക്കാളി ചട്നി അല്ലേ? സോസല്ലേ? തക്കാളി ചട്നി അല്ലേ അത്? കുറേ വാരിട്ടനല്ലോ നീ എന്നെ വാരിട്ടതാ? അപ്പോൾ ഇതാണ് സൂഫി മന്തി. ചോറും ഇറച്ചിയും ഉണ്ട് കേട്ടോ കൂട്ടം കൊണ്ടുവന്നിട്ട്. കുറേ ആയി നമ്മൾ മന്തിയും ഇതെല്ലാം കഴിച്ചിട്ട്. അല്ല കേട്ടാ, നീ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വേറെ അല്ലേ? ഇത് സൂഫി മന്തി തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സൂഫി മന്തി നമ്മൾ ഖത്തറിൽ ഫേമസ് ആയ ഒരു മന്തിയാണ്. നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മളെ കുട്ടാട്ടൻ ഇന്നലെ രാത്രി ആയിരുന്നു എന്തോ കറി കൊണ്ടുവന്നിന്. ഇതെന്ത് കറിയാണ് കുട്ടാട്ടാ? അറബിക് കറിയാണ് കേട്ടോ. ഇതാ ഇവർ നാരങ്ങയെല്ലാം മുഴുവൻ അങ്ങനെ ഇടും. ആ ഉണ്ട്. ഇതാ
കുട്ടേട്ട താരായിരിക്കുന്നത് കേട്ടാ. നമ്മളെ ഇവിടെ സൗകര്യം ഇല്ലായിട്ടും പിന്നെ താരിരിക്കാനാണ് കുട്ടേട്ടന് ഇഷ്ടം. അതുകൊണ്ട് കുട്ടേട്ട താര ഇരുന്നിട്ട് അടിക്കുന്നുണ്ട്. കുട്ടേട്ടൻ പെപ്സിയും അണക്ക് ഡിയും. ആ അറബിക്കറിയിൽ ഇതുണ്ട്, ഇത് മറ്റേത് ഇനിയും ഉണ്ട്, മറ്റേ ഉരുളക്കിഴങ്ങ്. ഒന്നും അറിയാം, അവർ കഷ്ണം കഴിച്ച് ഉരുളക്കിഴങ്ങനെ നോക്കി. കുട്ടേട്ട ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡല്ലേ മന്തി? ഇപ്പം മന്തി കഴിച്ചിട്ട് ആകെ മസ്തായിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഉറക്കേ ഉള്ളൂ, ഒരു അരമണിക്കൂർ പള്ളി ഉറക്ക്. ഉച്ചക്ക് എന്തായാലും ഒരു ഉറക്കം. അങ്ങനെയാ? ആയിക്കോട്ടെ. പള്ളി ഉറക്കം ഇപ്പൊ ഉറങ്ങണ്ടേ? ഉച്ചക്ക് പള്ളി ഉറക്കും. അങ്ങനെ കുറച്ച് പള്ളി ഉറക്കൂ. ഇതെല്ലാം ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം.